കയ്യിലിരിക്കുന്ന എന്ത് സാധനമാണ്? ഇത് പഴയ കാലത്ത് പോത്തിന്റെ കൊമ്പാണ്. പഴയ കാലത്തുള്ള പോത്തിന്റെ കൊമ്പാണല്ലേ? ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. 200-300 വർഷം പഴക്കമുള്ള നല്ല വിൻറ്റേജ് സാധനങ്ങൾ നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ ഇപ്പോൾ സെയിൽസ് തുടങ്ങിയിട്ടുണ്ട്. അതും നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് വാങ്ങിക്കുകയും ചെയ്തിട്ടുള്ള അടിപൊളി കളക്ഷൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കൊമ്പ് ഉണ്ടോ? കൊമ്പ് വരുന്നുണ്ടല്ലോ. അടുത്ത അയൺ ബോക്സ് എങ്ങനെയാ വർക്ക് ചെയ്യണത്? ഇത് നമ്മള് കരിയിട്ട് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കാണിക്കും. അയൺ ബോക്സ് ആണ്, പഴയ കാലത്ത് അയൺ ബോക്സ്. സംഭവം കൊള്ളാം. ചിരട്ട കത്തിച്ച് കനലിട്ടിട്ട് സംഭവം ചെയ്യണത് അല്ലേ? ഇത് തമിഴന്മാര് ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടല്ലേ? ഇതൊക്കെ എത്ര വരും റേറ്റ്? 9,500 ബ്രോ. 9,500 വിട്ടുള്ള ഒരു കളിയില്ല. ഇല്ല. ഓക്കെ, അതൊക്കെ ശരിയാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സംഭവം എന്താണ്? സ്റ്റിക്ക് ഉണ്ടോ? സ്റ്റിക്കില് സംഭവം ഇങ്ങനെ കുത്തി നടക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്ത ഇതൊക്കെ എന്താണ്? പൂട്ടും താക്കോലോ? ഇതെങ്ങനെ സംഭവം? പൂട്ടും താക്കോലാണ്. അത് സംഭവം എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് സംഭവം അതിൽ താക്കോൽ എങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവം? പഴയ കാലത്തെ പൂട്ടും താക്കോലാണ്. ടൈറ്റായിട്ടിരിക്കുകയാണ്. എണ്ണയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂട്ട് മാറും. പക്ഷെ കൊള്ളാം കേട്ടോ. ഈ പൂട്ടും താക്കോൽ പൊട്ടിക്കാൻ പറ്റത്തില്ല. ഇതും പിച്ചളയിലുള്ള സാധനമാണോ? പിച്ചളയിലുള്ള സാധനമാണ്. ഇതെങ്ങനെ വരും റേറ്റ്? 5,500 രൂപയാണ് പൂട്ട്. അപ്പോൾ പൂട്ട് ഒരു 4-5 പൂട്ടുകളോടെ ഉണ്ട്. അപ്പോൾ ഏത് പൂട്ട് എടുത്തു കഴിഞ്ഞാലും ആ ഒരു റേറ്റ് ആണ്. പൂട്ടെല്ലാം ആ റേറ്റ് ആണ് ബ്രോ. പൂട്ടൊക്കെ ആ റേറ്റ് ആണ്. ഓക്കെ, പൂട്ടൊക്കെ ആ റേറ്റ് ആണ്. ഇനി അടുത്ത ഓ മൈ ഗോഡ്, പിച്ചാത്തി. പഴയ രാജാക്കന്മാര് ഇതുകൊണ്ട് സംഭവം കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും അല്ലേ? ഇതുകൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ ഒരാളെ തീർക്കണമെന്നുണ്ടെങ്കിൽ തീർക്കാം. പക്ഷേ അത് റിസ്ക് ആണ് ബ്രോ. ഓക്കെ, നെക്സ്റ്റ് ഇത് എങ്ങനെയാ റേറ്റ് എങ്ങനെ പറഞ്ഞ? ഇതിന് എന്ത് പറയണം? കത്തിയാണ്. ഇതിന് എന്ത് പേര് പറയണം? ഇത് നമ്മള് കളരിയിലൊക്കെ യൂസ് ചെയ്യുന്ന കത്തിയാണ്. കളരിയിലൊക്കെ യൂസ് ചെയ്യുന്ന കത്തിയാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ കുറെ സംഭവങ്ങളുണ്ട്. ഇവിടെ ചെറിയ സൈസ് ഒരു ബൈനോക്കുലർ. ഇത് ബൈനോക്കുലർ, പോക്കറ്റ് ബൈനോക്കുലർ എന്ന് പറയും. പോക്കറ്റ് ബൈനോക്കുലർ എന്ന് പറയും. ഇതെങ്ങനെയാ സംഭവം വർക്ക് ചെയ്യണം? അത് കൊള്ളാം കേട്ടോ. നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടി. ഇത് എത്ര വരും റേറ്റ്? ഇത് വരുന്ന 5,500 ആണ്. 5,500. 1917 1917 പോക്കറ്റ് ടൈപ്പ് ബൈനോക്കുലർ ആണ് ഗൈസ് ഇത്. ഓക്കെ, 100 വർഷം കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഇപ്പുറത്ത് കുറെ കത്തിയല്ലാതെ കുറെ മണികളൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ബ്രോ മണിയൊക്കെ റേറ്റ്? ഇത് എടുക്കട്ടെ, എങ്ങനെ തൂക്കട്ടാ? ഓട്ടോ ഓ മൈ ഗോഡ്. തറയിടല്ലേ? കുറച്ചുകൂടെ താത്തിക്കോ. ഓക്കെ, സംഭവം കൊള്ളാം. ഇത് എത്രയാണ് റേറ്റ് പറഞ്ഞത്? 18,500 റേറ്റ് ആണ്. നമുക്ക് ആ വിന്റേജ് കളക്ഷൻ പോലെ വീട്ടിന്റെ ഫ്രണ്ടിൽ തൂക്കിയിടാൻ വേണ്ടി പറ്റും. കോളിംഗ് ബെല്ല് വേണ്ട. അപ്പൊ ചെറുതിന് എത്ര വരും റേറ്റ്? അത് വരുന്നത് 14,500. ചെറുത് അടിച്ച ആടിയാക്കോ? ഓക്കെ, ചെറുതടിച്ചു കഴിഞ്ഞാൽ മടിയേക്കും. അത് കൂടാതെ തന്നെ ഇവിടെ കുറെ ടൈപ്പ് ബൈനോക്കുലേഴ്സ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് ബ്രോ? ഇത് വരുന്ന 9,500 ആണ്. ഓക്കെ, ഇത് 9,500. ഇത് 9,500 ആണ്. ഇത് വരുന്നത് 6,500. 6,500. അപ്പൊ 6,500, 9,500 ആ ഒരു റേറ്റ് ആണ് വരുന്നത്. അത് കൂടാതെ തന്നെ ഇവിടെ കുറച്ച് കോമ്പസ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതിങ്ങനെ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണിങ്ങനെ താഴോട്ടാക്കാം. ഇത് വരുന്നത് 1/2 മണിക്കൂർ ദൈർഘ്യമാണ് വരുന്നത്. 1/2 മണിക്കൂർ എടുക്കുമല്ലേ? 1/2 മണിക്കൂർ എടുക്കും. 1/2 മണിക്കൂർ എടുക്കും സംഭവം. ഇത് ആക്ച്വലി എന്താ സംഭവം? കളിക്കാൻ വേണ്ടിയുള്ളതാണോ അതോ കോമ്പസാ? ആ കാലത്തുകളൊക്കെ ഈ വാച്ച് വരുന്നതിന് മുമ്പ് വന്ന ഐറ്റംസുകളാണ്. ഇതിലായിരുന്നു ടൈം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുക. ഇതിന്റെ അകത്തടക്കുന്ന മണ്ണാണ് അതാ നിങ്ങൾ ഇട്ടാണ്? ആ കാലത്ത് സംഭവം ചെയ്തിട്ടുള്ളതാണ്. സംഭവം ഉണ്ട്. 1/2 മണിക്കൂർ എടുക്കും. ഇതിലാത് മണ്ണ് താഴോട്ട്, മണ്ണ് പോലത്തെ എന്തോ ഒരു പ്രോഡക്റ്റ് ആണ്. പോകത്തില്ല, ഒരേ ടൈം ആയിരിക്കും. ഓക്കെ,
അതുകൂടെ ഇതൊക്കെ എന്താ സംഭവം? അതും അതേപോലെ തന്നെ ഇത് വരുന്ന 1 മിനിറ്റ്. ഇത് വന്നിട്ട് 1 മിനിറ്റാണ്. സംഭവം കൊള്ളാം കേട്ടോ. അതിൻ്റെ അകത്ത് കണ്ട മണ്ണ് പോലെ എന്തോ ഒരു സംഭവം താഴോട്ട് വീഴുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇവിടെയൊക്കെ വന്നിട്ട് ഇത് വെള്ളമാണ്. ഇതെന്ത് സൊല്യൂഷൻ? വെള്ളമാണ്. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഇവിടെയും ഒരു ഗ്രാമഫോൺ ഉണ്ട്. ഈ ഗ്രാമഫോണും സംഭവം വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണ്. സ്റ്റാൻഡിലുള്ള ഒരു ഫോണുണ്ട്. ഇതെന്താ സംഭവം? ഫാനാ? എന്ത് സാധനം? പഴയ കാലത്തൊക്കെ മണ്ണെണ്ണയിൽ യൂസ് ചെയ്ത ഫാൻ. ഇതെങ്ങനെയാ വർക്ക് ചെയ്യാൻ വേണ്ടി? വർക്ക് ചെയ്യും. നമ്മള് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഇത് വർക്ക് ചെയ്ത് കാണിക്കും. ഇത് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പാർട്സ് ഒക്കെ സംഭവം ഇളക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് ഗൈസ്. സംഭവം എന്തായാലും അത് സംഭവം കൊള്ളാം. പഴയ കാലത്ത് ഇത് മണ്ണെണ്ണയിൽ കത്തുന്ന വിളക്കാണോ? അതാണ് സംഭവം. ഓക്കെ. സംഭവം കൊള്ളാം. ഈ ക്ലോക്ക് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? 22,000 രൂപയാണ്. വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണ്. ഇത് ത്രാസ്? ഇത് വരുന്നത് 5,500. ത്രാസ് വന്നിട്ട് 5,500 രൂപയാണ്. അതിന്റെ അടുത്താണെങ്കിൽ 2 കത്തി ഇരിപ്പുണ്ട് ഗൈസ്. ഇത് 5,000ന്റെ ത്രാസാണ്. ഇതെന്ത് സ്വർണ്ണോ? എന്താണ്? കോട്ടിങ്ങാ? പിച്ചളയാണ്. ഓക്കെ. കത്തി എന്താണ് സംഭവം? ഇത് നല്ല മുറിച്ച് സിൽവറിൽ നിങ്ങൾ ചെയ്തതാണ്. മൈ ഗോഡ്. കത്തി കണ്ട? കത്തി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. കത്തി വെച്ചിട്ട് ഒരു വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെട്ടിയതുപോലെ ഇരിക്കുമല്ലേ? വെച്ച് കഴിഞ്ഞാൽ വെട്ടിയതുപോലെ ഇരിക്കും. പക്ഷേ റിസ്ക്കാണ്. ഇവിടെ സംഭവം തുരുമ്പിച്ച് ഇതുകൊണ്ട് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഇൻഫെക്ഷൻ അടിച്ച് ചാവും. ഇരുമ്പാണ് അല്ലേ? തുരുമ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ വരും റേറ്റ്? 9,500 വരും റേറ്റ്. മറ്റേത് വന്നിട്ട് മറ്റേത് പിച്ചള. ഇതെന്ത് തന്നെ? സിൽവറാ? ഇത് സിൽവറിലുള്ള കത്തിയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. സമയം എത്ര മണി വരെ ഉണ്ട്? ആ ഒരു സമയം വരെ. എത്ര ദിവസം കാണും? 3 ദിവസം കാണും. ഓക്കെ. കോണ്ടാക്ട് നമ്പർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞു. 8606682226. ഓക്കെ. താങ്ക് യു. കിംസിലോട്ട് പോകുന്ന വഴിയാണ്. കിംസിലോട്ട് പോകുന്ന വഴിയിലായിട്ടാണ്